ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി എന്ന നമ്മുടെ ഈ സംഘടന തുടങ്ങിയതിനു ശേഷം ഇടതടവില്ലാതെ നടത്തിവരുന്ന വെബിനാറിന്റെ 993ാമത് ദിനമാണിത്. അതായത് ഇനി വെറും 7 ദിനങ്ങൾ മാത്രമാണ് നമ്മൾ 1000 ദിനത്തിലേക്ക് ഉള്ള പ്രയാണത്തിന്. തീർച്ചയായും അതൊരു നാഴികക്കല്ലായി മാറുകയാണ്. അതിന്റെ ഭാഗമായി നാം സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടികളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഈ കർട്ടൻ റൈസർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 30 രാജ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നാം സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഓരോ ദിനവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഓരോ രാജ്യവും ഈ വേദിക്ക് സമ്മാനിക്കുന്നത്. ഇന്ന് തന്നെയാണെങ്കിൽ കാനഡയിൽ നിന്നുള്ള അവരുടെ പ്രസന്റേഷൻ, കാനഡയിൽ എങ്ങനെയാണ് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നത്, അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടർമാരെല്ലാവരും തന്നെ പ്രൊഫസർമാരുടെ ഗ്രേഡിലുള്ളവരാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഡോക്ടർ എന്ന ബോർഡ് എഴുതാൻ പാടില്ലെങ്കിലും അവർ അതിന്റെ മുമ്പിൽ ഹോമിയോ എന്ന് എഴുതാവുന്ന ഒരു അവകാശമുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു. ഭാവിയിൽ ധാരാളം അവസരങ്ങൾ ലോകമെമ്പാടും ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ വരും തലമുറയെ ഓർമ്മിപ്പിക്കാനും, അതുകൊണ്ട് തന്നെ ഈ ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രേരണയാകുവാനും ഈ പരിപാടി ഇതിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളെ ലോകമെമ്പാടും ഹോമിയോപ്പതി നിരോധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നവർക്കുള്ള ഒരു ചുട്ട മറുപടി കൂടെയാണ് ഈ വേദിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ രാജ്യങ്ങളിലും അതുപോലെ വലിയ രാജ്യങ്ങളിലും എല്ലാം ഹോമിയോപ്പതി ഉണ്ടെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് തന്നെ 1 or 2 പേരല്ല, ധാരാളം ഡോക്ടർമാർ ഈ വേദിയിൽ വന്ന് അവരുടെ നല്ല പ്രസന്റേഷനിൽ കാഴ്ചവെക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ സാധിച്ചത് നമ്മളുടെ ഈ IFBH എന്ന സംഘടന ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടന നിലനിർത്തേണ്ടത്, അതിനെ കോർത്തിണക്കിക്കൊണ്ട് വിപുലമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെ നാം സംഘടിപ്പിക്കുന്ന ജൂൺ 1-ാം തീയതിയിലെ പരിപാടിയിൽ എല്ലാവരും എത്തണം. ഇപ്പൊ തന്നെ നമ്മളുടെ രജിസ്ട്രേഷൻ 100 കഴിഞ്ഞു. അത് തന്നെ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഇത്രയും വളരെ നല്ല റേറ്റ് വെച്ചിട്ട് പോലും നല്ലൊരു രീതിയിൽ ആൾക്കാരുടെ സഹകരണം ഉണ്ടായതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇനിയും പലരും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അങ്ങനെ തന്നെ ആ പദ്ധതി നടക്കും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇനിയും ഈ വേദിയിൽ ആരെങ്കിലുമൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സഹസ്രയുടെ ഫോം ഫില്ല് ചെയ്യണം. ആ ഫോം ഫില്ല് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുകയാണ്. ഗവർണർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ആയതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഗവർണർക്ക് കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നാം 3000 രൂപ വെച്ചപ്പോൾ പൊതുവെ ഇത് വളരെ കൂടുതലാണെന്ന് പല ആൾക്കാരും പറഞ്ഞെങ്കിലും, പക്ഷേ നല്ല കാര്യങ്ങൾക്ക് നല്ല മനസ്സുള്ളവർ എന്നും ഒപ്പം ഉണ്ടാകുന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് നമുക്ക് കിട്ടുന്ന ഈ സപ്പോർട്ട്. തീർച്ചയായും ഈ സപ്പോർട്ട് ഇനിയും തുടരണം. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന, ഇനി അഥവാ വരാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്യാവുന്ന സാമ്പത്തിക സഹായം IFBH-ന് വേണ്ടിയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ തന്ന് നമ്മുടെ ഈ പ്രോജക്റ്റ് വളരെ ഗംഭീരമാക്കേണ്ടതുണ്ട്. നമ്മളൊരു 31 കുട്ടികളെയാണ് ഇപ്പോൾ സൗജന്യമായി, അത് ഏകദേശം ഒരു 33 കുട്ടികൾ വരെ എത്തും, സൗജന്യമായി നമ്മുടെ ഈ വേദിയിൽ എത്തിക്കുന്നത്. അതായത് ഒരു കുട്ടിക്ക് 3000 രൂപ വെച്ച് കൂട്ടുമ്പോൾ നല്ലൊരു തുക നമുക്ക് അതിന് വേണ്ടി വരുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി IFBH ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ നല്ല മനസ്സോടെ ഒത്തിരി ആൾക്കാർ നോക്കിക്കാണുന്നു. എന്തായാലും നമ്മുടെ ഈ പരിപാടികൾ ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തെ വളർത്തുന്നതിനും പ്രേരകമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിനത്തിലോട്ട് പോവുകയാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായെത്തുന്നത് അങ്ങ് തിരുവനന്തപുരത്ത് വളരെ ഗംഭീരമായ നിലയിൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യും അത് ജനങ്ങളിൽ പോപ്പുലർ ആക്കുന്നതിന് വേണ്ടി ധാരാളം വിശിഷ്ട വ്യക്തിത്വങ്ങളുമായിട്ട് നിരന്തരം ഇടപെടുകയും അവരെയൊക്കെ കുറെ പേര് നമ്മുടെ വേദികളിൽ സമ്മാനിക്കുകയും എത്തിക്കുകയും ചെയ്തിട്ടുള്ള ഡോക്ടർ ഭാഗ്യലക്ഷ്മിയാണ്. ഈ ഡോക്ടറെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതയാണ്. കാരണം ഏറ്റവും നല്ല കുറെ കേസുകളും വ്യത്യസ്തമായ അനുഭവങ്ങളും അതിലൂടെ നേടിയിട്ടുള്ള വിജയങ്ങളും ഒക്കെ നമുക്ക് പങ്കുവെച്ചു തന്നിട്ടുണ്ട്. ഇന്നത്തെ സെഷനിൽ ഇവിടെ ഇപ്പൊ തന്നെ നമുക്കറിയാം 40 സംവത്സരങ്ങളായിട്ടുള്ള പ്രാക്ടീസ് ഉള്ള ഒരു വ്യക്തിത്വമാണ്. ഹോമിയോപ്പതിക്ക് വേണ്ടി ജീവൻ തന്നെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയുള്ള രോഗികളുടെ എണ്ണവും രോഗികളുമായിട്ടുള്ള ഡോക്ടറുടെ ഇന്ററാക്ഷനും എല്ലാം ശരിക്ക് ഓരോ രോഗിയുടെ മനസ്സിലും കയറി പറ്റുന്ന ഒരു ഡോക്ടറാണ്. അവരുടെ ഒരു കുടുംബ സുഹൃത്താണ്. അവരുടെ എല്ലാമാണ്. ആ ഡോക്ടറായ ഭാഗ്യലക്ഷ്മി ഡോക്ടറെ നമുക്ക് ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. ഈ 993-ാം ദിവസം സ്വാഗതം ഡോക്ടർ.
നമുക്ക് ഇന്ന് ചോദ്യോത്തര പങ്ക്തി പോലെയാണ് വെച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഡോക്ടർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഡോക്ടറുടെ അറിവുകളിലൂടെ മറുപടി തരുന്നതായിരിക്കും. നമസ്കാരം എല്ലാവർക്കും. ഞാന് ഇന്ന് ഉച്ചയ്ക്ക് ഡോക്ടർ വിളിച്ച് പറഞ്ഞപ്പം പറഞ്ഞു ചോദ്യോത്തര പങ്ക്തി തന്നെ. അതുകൊണ്ട് എനിക്കൊന്നും കൂടുതൽ കേസസ് ഒന്നും നോക്കാൻ പറ്റിയില്ല. എങ്കിലും ഇന്ന് എന്തായാലും ഇത്രയും സമയം അരമണിക്കൂർ നമുക്ക് മാറിക്കിട്ടി. അതും നല്ലത്. ഡോക്ടർ ഷാജിക്കുടിയിട്ട് പറഞ്ഞ് ഇന്നത്തെ ഒരു നല്ല സെഷനായിരുന്നു. ആ സെഷൻ എന്തായാലും ഇന്ററപ്റ്റ് ചെയ്യാതെ തുടർന്നതിൽ വളരെ സന്തോഷം. ഞാനും അതെല്ലാം കേട്ടോണ്ടിരിക്കായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഞാൻ ആസ് യൂഷ്വൽ എന്നത്തെ പോലെ ഒരു കേസ് ഞാൻ ആദ്യം പറയാം, പിന്നെ ബാക്കിയുള്ളത് പിന്നെ മുന്നോട്ട് പോവാം ചോദ്യോത്തരങ്ങൾ. അപ്പം ആദ്യത്തെ കേസ് ഒരു 8 വയസ്സുള്ള ഒരു കുട്ടി എന്റെ പിന്നെ ഇതില് ഒരു ക്ലിനിക്കിൽ വന്നത് ഒരു പനിയൊക്കെ ആയിട്ടാണ് വന്നത്. പനിയും ചുമയും കഫവും ഒക്കെ ആയിട്ട് വന്നു. അമ്മയുടെ നടന്നു വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല. കയറി വന്നപ്പോ ഇരുന്നിട്ടൊക്കെ മരുന്നൊക്കെ കൊടുത്ത് ഞാൻ വിട്ടു. ജസ്റ്റ് അക്യൂട്ട് ആയത് കാരണം ഞാൻ വേറെ കൂടുതലൊന്നും ചോദിച്ചില്ല. അക്യൂട്ട് പനിയുടെ ഉള്ള സിംറ്റംസ് എടുത്ത് മരുന്നും കൊടുത്ത് വിട്ടാൻ തിരിച്ച് ആ കുട്ടി അങ്ങോട്ട് നടന്നു പോയപ്പോഴാണ് ഞാനത് കണ്ടത്. ആ കുട്ടിയുടെ നടപ്പ് പിന്നെ ഇങ്ങനെ ടോസിലാണ് നടക്കുന്നത്, ഹീൽസ് താഴെ തട്ടുന്നേ ഇല്ല. അപ്പോൾ ഞാൻ അതിനോട് ചോദിച്ചു, അവരങ്ങ് ഇറങ്ങിയതാ. അപ്പൊ പിന്നെ തിരിച്ചു വിളിച്ചു, മോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്, അതോ പനി വന്നപ്പോഴാണോ എന്ന് ചോദിച്ചു. അപ്പോഴാ പുള്ളിക്കാരത്തി പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞു, പിന്നെ ഇങ്ങനെ തന്നെ ഇത് പക്ഷെ അവൾക്കൊരു ഹിസ്റ്ററി ഉണ്ട്. ഒരു 3 വയസ്സ് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു കാര്യവും ഇല്ലാതെ അവൾക്കൊരു ഫിക്സ് വന്നു. ശ്രീചിത്രയിലൊക്കെ കൊണ്ടുപോയി അതിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ അത് വന്നു കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തൊട്ടാണ് ഇവളിങ്ങനെ നടന്നു തുടങ്ങിയത്. അതിനുശേഷം പിന്നെ ഒരു ഒറ്റ ദിവസം പോലും അവള് ഹീൽസ് താഴെ തട്ടിയിട്ടില്ല. മുട്ടിലും ആ കാലിലും ഒക്കെ ഒരു സ്ട്രെച്ചിങ് ഉണ്ട്. ഞങ്ങൾ ഒത്തിരി എക്സസൈസ് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു, പക്ഷെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പനി പറഞ്ഞിട്ട് ഒന്ന് കൊണ്ടുപോകാൻ, നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മരുന്നുണ്ടോ ഡോക്ടർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് മെഡിസിൻസ് ഉണ്ട്, നമുക്കൊന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. പിന്നെ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ലതൈറസ്, അതിൽ ഇതേ സിംറ്റം നമുക്ക് മെഡിസിനിലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതിങ്ങനെ അതില് നോക്കിയപ്പോ അത് ബ്രെയിനിൽ ആന്റീരിയർ ഹോണിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം എന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് പോയത്. അതിന്റെ സിംറ്റം ഇങ്ങനെ പറയുന്നുണ്ട്, ടോസ് ഡസ് നോട്ട് ലീവ് ദ ഫ്ലോർ ബട്ട് ഹീൽസ് ഡസ് നോട്ട് ടച്ച് ദ ഫ്ലോർ എന്നുള്ള ആ ഒരു സിംറ്റം വെച്ചിട്ടാണ് ഞാൻ അത് കൊടുക്കാന്ന് വിചാരിച്ചത്. ഫസ്റ്റിലെ ഞാൻ 30 ആണ് സ്റ്റാർട്ട് ചെയ്തത്. 30-ലൊന്നും ഒരു ആക്ഷനും കണ്ടില്ല. 2 ആഴ്ച ഞാൻ 30 BD ആയിട്ട് കൊടുത്തു, പക്ഷെ ഒരു ആക്ഷനും കിട്ടിയില്ല. ഞാൻ അപ്പൊ വിചാരിച്ചു ഞാൻ എന്തായാലും വിടാൻ, അവർക്കും അത് ഒന്ന് നേരെ ആവണമെന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് അവര് നിന്നു. അങ്ങനെ ഞാന് പിന്നെ 200 കൊടുത്തു, പിന്നെ 1M കൊടുത്തു. 10M ഒക്കെ 1-2 ഡോസ് എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി കാല് പതുക്കെ കാത്തു വെച്ച്. എല്ലാ സമയത്തും ഇല്ല, പക്ഷെ കുറേശ്ശെ നടന്നു തുടങ്ങി. സോള് മുഴുവൻ താഴെ തട്ടാൻ തുടങ്ങി. അത് 50M എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായി. അതിനുശേഷം ഞാനൊരു ഡോസ് CM കൊടുത്തു. ഇപ്പൊ നല്ല പോലെ പാദം ഉറപ്പിച്ച് നടക്കുന്നുണ്ട് ആ കുട്ടി. ഇപ്പൊ ഇപ്പോഴും ഇടയ്ക്കൊക്കെ പനിക്ക് വരും. അത് പിന്നെ ഫിക്സിന് വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആ മെഡിസിൻസ് ഒക്കെ ഞാൻ കുറേശ്ശെ കുറപ്പിച്ചു. അങ്ങനെ അതൊരു നല്ലൊരു കേസായിട്ട് ഞാൻ ഇപ്പൊ ഇന്ന് ഒരുപാട് ആലോചിച്ച് എന്ത് പറയുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴേ പെട്ടെന്ന് എനിക്ക് ഇത് ഓർമ്മ വന്ന്. ഇപ്പൊ ഇതൊരു നല്ല കേസായിട്ട് തീർച്ചയായും ഓരോ ഒബ്സർവേഷൻ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു രോഗി വന്നു കഴിയുമ്പോഴും മെഡിസിൻ എടുക്കാൻ പോകുമ്പോഴായിരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഒബ്സർവേഷനിൽ പെടുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ രോഗിയെ നമുക്ക് അടുത്ത പ്രാവശ്യം ട്രീറ്റ് ചെയ്യാമെന്ന്. പക്ഷെ അതല്ല ശരി. തിരിച്ചു വിളിച്ചിട്ട് നമ്മൾ കൊടുത്ത മരുന്ന് മാറ്റിയിട്ട് യഥാർത്ഥത്തിൽ എന്താണ് കൊടുക്കേണ്ടതിനെ കുറിച്ച് ആലോചിച്ച് ആ മരുന്ന് തന്നെ കൊടുക്കുമ്പോഴാണ് നമ്മളുടെ വിജയം നമ്മുടെ അടുത്തെത്തുന്നത്. ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ അത് ഓർത്ത് ഇരിക്കില്ല. എന്തായാലും ഡോക്ടറുടെ ആ ഒരു ഒബ്സർവേഷൻ ആണ് ഇവിടെ. ഒബ്സർവേഷൻ ഏതെല്ലാം രീതിയിൽ നമുക്ക് ചെയ്യാവുന്നുള്ളതിന്റെ ഒരു വ്യക്തമായ തെളിവാണ് ഈ ഒരു കേസ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള കേസുകളാണ് വേദിയിൽ പങ്കുവെക്കുന്നത്.
അത് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൂടിയാണ്. ഇന്ന് നമുക്ക് ചോദ്യം ചോദിക്കാനായിട്ട് നമ്മുടെ രാജൻ ഡോക്ടർ തന്നെ ആദ്യം എത്തിയിട്ടുണ്ട്. സംസാരിക്കേണ്ടത്. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം. ഈ വാർത്തോലിയൻ സിസ്റ്റിന്റെ പെയിനോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞപ്പോൾ വാർത്തോലിയൻ സിസ്റ്റ് അതില് പിന്നെ ഞാൻ സൈലീഷ്യ കൊടുക്കുന്നത്. അത് സൈലീഷ്യ കൊടുത്ത് എനിക്ക് നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. സൈലീഷ്യ 30 അത് കൊടുത്ത് പിന്നെ അത് ബസ്സൊക്കെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 200 കൊടുത്തു. 200 കൊടുത്തിട്ട് സൈലീഷ്യ 6X ആയിട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ അതിനോടൊപ്പം കാൽക്കേറിയ പിന്നെ കാൽക്കേറിയ സൾഫ് 6X, സൈലീഷ്യ 6X കാൽക്കേറിയ സൾഫ് 6X കൊടുത്തിട്ട് എനിക്ക് ഇതായിട്ടുണ്ട്. അവസാനം വന്നൊരു ഡോസ് സൂചിയും കൊടുക്കും. അങ്ങനെ എനിക്ക് 2-3-4 കേസ് പിന്നെ അത് റെക്കറന്റ് ആയിട്ടില്ലാതെ കിട്ടിയിട്ടുണ്ട്. പെയിൻഫുൾ കണ്ടീഷൻ വരുമ്പോൾ ഞാൻ നോക്കിയിട്ട് ടരന്റിലെ സി കുറെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. വയലന്റ് പെയിൻ വരാറുണ്ടല്ലോ. പക്ഷെ ഞാൻ ടരന്റില കൊടുത്തിട്ടില്ല. സി നന്നായിട്ട് കിട്ടിയാണ്. ഏത് പൊട്ടൻസിയാ സാർ? ടരന്റില 200. അത് ഹിസ്പാനിയയോ മറ്റേ ഇതോ? ടരന്റില സി ഊറിനം അങ്ങനെ പറഞ്ഞു. ശരി, ഓക്കെ. വേറെ എന്തായാലും ഒരു മെഡിസിൻ കൂടെ നമുക്ക് അവിടെ കിട്ടി, അറിവ് കൂടെ കിട്ടി. തീർച്ചയായും ഇങ്ങനെയുള്ള ചർച്ചകളും അറിവുകളുമാണ് നമുക്ക് വേദിക്ക് പങ്കുവെക്കേണ്ടത്. ഇനി അടുത്തൊരു കേസ്, ഒരു ചെറിയൊരു കേസ് പറയട്ടെ. അപ്പൊ റനൻകുലസ് കൊണ്ട് ഒരു കിട്ടിയ ഒരു കേസാണ്. നമ്മുടെ റനൻകുലസ് ഒരു മെയിൻ പേഷ്യന്റ് 60 years ഓൾഡാണ്. പിന്നെ ഭയങ്കര ആൽക്കഹോളിക് ആണ്, ഭയങ്കര അഡിക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ പുള്ളിക്കാരന്റെ വൈഫ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, ഡോക്ടറെ എൻ്റെ ഹസ്ബൻഡ്, എനിക്കറിയാം, പുള്ളിയെ അറിയാം, ഭയങ്കര അഡിക്റ്റഡ് ആണെന്നുള്ള കാര്യം. ആൽക്കഹോൾ നന്നായിട്ട് കൺസ്യൂം ചെയ്യും. പിന്നെ വീട്ടിൽ വന്ന് അവരെ കുറയും ചീത്ത പറയും, അടിക്കുകയൊക്കെ ചെയ്യുന്ന പേഷ്യന്റാ. അപ്പൊ ഞാൻ അവർക്ക് പിന്നെ അവര് വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഡോക്ടർ പിന്നെ ഒരു 4-5 ദിവസമായിട്ട് പുള്ളിക്കാരന് ഭയങ്കര ഹിക്കപ്പ്, ഭയങ്കര ഹിക്കപ്പ്. അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ ഒരു ഒക്കെ മരുന്ന് അവര് കൊടുത്തു. ഒരു രക്ഷയില്ല. 4-5 ദിവസമായിട്ട് കട്ടിലേക്ക് കിടക്കുക. ഹിക്കൾ എടുത്തെടുത്ത് ഒന്നും കഴിക്കാനും വയ്യ, ഒന്നും കുടിക്കാനും വയ്യ. വല്ലാത്തൊരു പിന്നെ ഇതായിട്ടുള്ളതാണ്. ഞാനപ്പോഴും നോക്കി ഇതെല്ലാം കേട്ടപ്പോ നമ്മൾ പെട്ടെന്ന് നെക്സോമിക്കാണല്ലോ ഓർമ്മ വരുന്നത്. അത് കൊടുത്തു വിട്ടു. പക്ഷെ ഒരു രക്ഷയില്ല, ഒരു ഗുണവും ഉണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് ഈ റനൻകുലസ് കണ്ടത്. റനൻകുലസിന്റെ സിംറ്റം എന്ന് പറയുന്നത് ആൽക്കഹോൾ, പിന്നെ ഇതാണ്, പിന്നെ ബാഡ് ഇഫക്ട്സ് ഓഫ് ആൽക്കഹോളും ആണ്, സ്പാസ്മോഡിക് ഹിക്കപ്പും ഉണ്ട്. ഇത് രണ്ടും കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇത് കൊടുത്തു. റനൻകുലസ് ബൾബോസ ടിങ്ചർ TDS കൊടുത്തു. 2 ദിവസം കൊണ്ട് നന്നായിട്ട് മാറി. പിന്നെ അതിനുശേഷം കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതും ഈ ഒരു ഇതിൽ ഈ ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് ഹിക്കപ്പ് പോലെ വന്നാൽ ഏറ്റവും നല്ല മെഡിസിൻ റനൻകുലസ് ആണ്. അന്ന് ഞാൻ മറ്റേ സിനമോണും അതും ഇതിൽ പറയുന്ന ഒരുപാട് ഹയോസിയാമസ് ഇങ്ങനെ ഉള്ള മെഡിസിൻസ് ഒക്കെ ഞാൻ കൊടുത്തിരുന്നു. പക്ഷെ ഒന്നിലും കിട്ടിയില്ല. ഈ റനൻകുലസിലാണ് എനിക്ക് അന്ന് റിസൾട്ട് കിട്ടിയത്. റനൻകുലസിന്റെ ആപ്ലിക്കേഷൻ ലെവല് എന്താണെന്നുള്ളതും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ റനൻകുലസ് കൊണ്ട് എനിക്ക് പിന്നെ ഒരു മാറ്റാൻ പറ്റിയ ഒരെണ്ണം ഈ നമ്മുടെ ബോർഗിൽ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ സയാറ്റിക്ക പെയിന് ഏറ്റവും നല്ല ആക്ഷൻ ഇതിന്റെ ഹീൽസില് ഈ മെഡിസിൻ ടിങ്ചർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് ആ കാലിന്റെ പെയിനുള്ള കാലിന്റെ ഹീൽസില് ടിങ്ചർ അപ്ലൈ ചെയ്യാറുണ്ട്. അത് ഇങ്ങനെ ഞാൻ വായിച്ച 2 ദിവസം ചെയ്ത് നോക്കിയ ഒരു കേസിന് നല്ല റിസൾട്ട്. പെയിൻ കൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവർക്ക് ഉള്ളതായിരുന്നു. പക്ഷെ അവർക്കത് നന്നായിട്ട് എടുക്കാൻ പറ്റി. പിന്നെ റനൻകുലസിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ചെസ്റ്റ് പെയിൻ, ഈ കോസ്റ്റോകോൺഡ്രൈറ്റിസിന്, അല്ല കുട്ടികളൊക്കെ എടുക്കുന്ന വെയിറ്റ് എടുക്കുന്ന
എടുക്കുന്നവർക്കൊക്കെ ഉണ്ടാവുന്ന മറ്റേ ചെസ്റ്റ് പെയിന് കോസ്റ്റോകോൺഡ്രൈറ്റിസിന് ഏറ്റവും പറ്റിയ മെഡിസിനാണ് റയാൻഗുലസ്. ബ്രൈയോ ഡെവസ്റ്റോസ് ഒക്കെ കൊടുത്താൽ അവിടെയൊക്കെ ഫെയിലിയർ ആയാലും റയാൻഗുലസ് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതാക്കാം. റോമാങ്കുലസിനെ കുറിച്ചുള്ള ഒരു 3 ആപ്ലിക്കേഷനാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമ്മള് ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ വിട്ടുകളയുന്ന ചില ഭാഗങ്ങളാണ് ഇതെല്ലാം. അതിന്റെ കാതലാണെന്നുള്ളതാണ് വാസ്തവം. ശാന്തചന്ദ്രൻ ഡോക്ടർ എത്തിയിട്ടുണ്ട്, സംസാരിക്കാം. അയ്യോ, അൺമ്യൂട്ടായി. ഭാഗ്യലക്ഷ്മി നമസ്കാരം. നമസ്കാരം. സന്തോഷം. പിന്നെ ഈ കോക്സ് ഗേറ്റ് പറഞ്ഞില്ലേ, കോക്സ് ഗേറ്റ് കാല് നടക്കുമ്പോ ടോയില് നടക്കുന്നതേ, ടോയില് നടക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു കേസ് വന്നത്, അതിന് ഹിസ്റ്ററി ഒന്നും ഇല്ല, പിന്നെ ഫിറ്റ്സിന്റെ ഹിസ്റ്ററി ഒന്നും ഇല്ല. പക്ഷെ ആ കുട്ടി ഒരു 4 വയസ്സുള്ള 3 കുട്ടികളുണ്ട് അവർക്ക്. പിന്നെ 4 വയസ്സായപ്പോഴാണ് ഇതിങ്ങനെ കളിച്ച് നടക്കുമെന്നാ വിചാരിച്ച്. പക്ഷെ പിന്നെ അവൻ ആ ടോയിൽ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പിന്നെ അതിന് ഞാൻ ലാത്തിലസ് തന്നെ കൊടുത്തത്. ആദ്യം 3X കൊടുത്ത്, പിന്നെ ഹെലോഡെർമ കൊടുത്തു. ഹെലോഡെർമ, പിന്നെ ആ കുട്ടിക്ക് ഹെലോഡെർമ 30. എന്നിട്ട് ആ കുട്ടിയില്ലേ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവും പിന്നെ ഉള്ളൊരു കുട്ടിയായിരുന്നു. ഹൈപ്പർ ആക്ടിവിറ്റിയും പിന്നെ ഒരു വാശി ബഹളമൊക്കെ. അപ്പൊ അവന് ഒരു ഡോസ് ട്യൂബർകുലിൻ 10 കൊടുത്തിട്ട് ഈ ഹെലോഡെർമ കൊടുത്തു കഴിഞ്ഞപ്പോ നല്ല വ്യത്യാസമാണ്. ഇനി ആ കുട്ടിയുടെ രണ്ടാമത്തെ ഒരു മോനുണ്ട്, അവന് കുഴപ്പമില്ല. 3ാമത്തെ കുട്ടി ഇപ്പൊ LKGയിൽ കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായപ്പോ എൻ്റെ അടുക്ക പറയാ അതേ പ്രായത്തിൽ തന്നെ ഇവനും ഈ ടോയിൽ നടക്കാൻ തുടങ്ങി. മറ്റേ കുട്ടിക്കും ആയിപ്പോ. പക്ഷെ ഈ 3ാമത്തെ കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ഒന്നും അല്ല, അവൻ നല്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ചൈൽഡാണ്. പക്ഷെ ആ കുട്ടി ഇതുപോലെ തന്നെ ടോയിലാണ് നടക്കുന്നത്. അപ്പൊ സിഫിലിനും കൊടുത്താൽ മതിയാവും അല്ലേ? ഹെലോഡെർമ. അതെ, ഹെലോഡെർമയ്ക്കകത്ത് കോക്സ് ഗേറ്റ്. അതെ, കോക്സ് ഗേറ്റ്. അതില് പിന്നെ അതെ, ഈ ലോക്കോമോട്ടർ അറ്റാക്സിയ ഒക്കെ ഉള്ളതിന്റെ അവരുടെ എന്തെങ്കിലും ബ്രെയിനിലെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. അതെ അതെ. അതെ. പിന്നെ റിനാങ്കുലസ് ബൾബസ് അത് എന്തിനാ? ഹീൽ പെയിൻ എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഹീൽ പെയിൻ അല്ല, സയാറ്റിക് പെയിന് ആ കാലിന്റെ ഹീലില് ഇതിന്റെ ടിഞ്ചർ വെച്ചിരുന്നാല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അപ്ലൈ ചെയ്യാനോ? അതെ, അത് ഇതില് ബോറിക്കിന്റെ ഏറ്റവും ലാസ്റ്റ് ലൈൻ കിടപ്പുണ്ട്. ശരി ശരി. അപ്പൊ ശരി, താങ്ക് യു. ഹലോ, നമ്മുടെ രമ ചേച്ചി വന്നിട്ടുണ്ട്. ഹലോ. ഇവിടെ സിഫിലിനം ഹെറിഡിറ്ററി ആണ്. സിഫിലിനം കൊടുക്കുന്നതിന് പകരം ആന്റി സൈക്കോട്ടിക് മെഡിസിൻ അല്ലേ കൊടുക്കേണ്ടത്? ഏതിലാ? ഈ ശാന്ത പറഞ്ഞു അതിന് ഹെറിഡിറ്ററി വന്നപ്പോ സിഫിലിനം കൊടുക്കണമെന്ന് പറഞ്ഞു. ഭാഗ്യം ശാന്ത. തേർഡ് ചൈൽഡിന് നോർമലാണ്, തേർഡ് ചൈൽഡും ഇങ്ങനെ കോക്സ് വാക്ക് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സിഫിലിനം കൊടുക്കണമെന്ന് ശാന്ത ചോദിച്ചു. സിഫിലിനം അല്ലല്ലോ ഇവിടെ, ഡിസ്ട്രക്ഷൻ അല്ലല്ലോ, ഒരു ചേഞ്ച് അല്ലേ. അപ്പൊ സൈക്കോട്ടിക് അല്ലേ അത്? മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞേച്ചി. മോളെ, ശാന്ത ചോദിച്ചു ആ കോക്സ് ഗേറ്റ്. ശാന്ത ഉണ്ടോ അതില്? ശാന്ത, കോക്സ് ഗേറ്റില് തേർഡ് ചൈൽഡിന് അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു, നഴ്സറി ക്ലാസ്സിൽ വെച്ച്. അപ്പോ ശാന്ത ചോദിച്ചു സിഫിലിനോ അല്ലേ കൊടുക്കണ്ടേന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ സിഫിലിനോ അല്ലല്ലോ ശാന്ത, അവിടെ ഡിസ്ട്രക്ഷൻ അല്ല. മനസ്സിലായോ? അപ്പൊ അവിടെ നമുക്ക് കൊടുക്കേണ്ടത് സൈക്കോട്ടിക് ആണ്, ചേഞ്ച് ആണ്, മാൽ ഫോർമേഷൻ അങ്ങനെയുള്ളതാണ് ഇവിടെ വരുന്നത്. ആക്ഷൻ. അപ്പൊ സൈക്കോട്ടിക് ആണ് അത്, അവിടെ ഡിസ്ട്രക്ഷൻ അല്ല. അവിടെ സിഫിലിനോ അല്ല കൊടുക്കണ്ടേ, ആന്റി സൈക്കോട്ടിക് മെഡിസിൻ എന്തെങ്കിലും കൊടുക്കുക, സൂചിയോ മെഡോനോ എന്തെങ്കിലും കൊടുക്കുക. അതായിരിക്കും നല്ലത്. ഒന്നുകൂടെ നോക്കിയിട്ട് അല്ലേ ഭാഗ്യം? ഭാഗ്യത്തിന് എന്താ തോന്നുന്നത്?
അതെ 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 ചേച്ചി, അതെ അങ്ങനെ തന്നെ. അതുപോലെ ഡിസ്ട്രക്ഷൻ ആണെങ്കിൽ ഇപ്പൊ പോളിയോ അതുപോലെ എന്തെങ്കിലും വന്ന് അതൊരു ഡിസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്ക് സിഫിലിറ്റിക് ടെൻഡൻസി, ഇത് സൈക്കോട്ടിക് ടെൻഡൻസിയാണ്. പക്ഷെ ഈ കേസിൽ ഞാൻ ഒരു പിന്നെ മാസ്മാറ്റിക് റെമഡിയും കൊടുത്തില്ല. ഈ ഒരു മോളുടെ അല്ല ഞാൻ പറഞ്ഞത്, ശാന്ത പറഞ്ഞ കേസ് അതിലാ പറഞ്ഞത്. തേർഡ് ചൈൽഡിനും ഇത് കണ്ടപ്പോ ഹെറിഡിറ്ററി ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഹെറിഡിറ്ററി ടെൻഡൻസി മാറ്റാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ആന്റി സൈക്കോട്ടിക് കൊടുത്തിട്ട് മറ്റേ ഇതുപോലെ തന്നെ ലൈത്തൈറോസ് കൊടുക്കുന്നു. റെഫർ ചെയ്തിട്ട് എത്താന്തേ. ഓക്കെ ശരി, ഓക്കെ. ഇനി ഒരു ചെറിയ ഒരു ടിപ്പ്. നമുക്ക് ഇൻസെക്ട് ബൈറ്റ് വന്നു കഴിഞ്ഞാല്, ഇൻസെക്ട് ബൈറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നേട്രമ്യൂർ 6C ആ പാർട്ട് ഒന്ന് നനച്ചിട്ട് അവിടെ ഈ നേട്രമ്യൂർ 6 ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ വളരെ പെട്ടെന്ന് പോകും. അത് സാധാരണ നമ്മളെല്ലാം എപ്പിസ് അത് ഇതൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. പക്ഷെ നേട്രമ്യൂറിന് നല്ല ആക്ഷനാ. എങ്ങനെയാണിത് കണ്ടുപിടിച്ചത്? അത് നമ്മുടെ മറ്റേ 12 ടിഷ്യൂ റെമഡീസ്, മറ്റേ ഷോസ്ലെസ് റെമഡീസ്, ആ ബുക്കിനകത്ത് ഇൻസെക്ട് ബൈറ്റ് ഓഫ് ഇൻസെക്ട് എന്നും പറഞ്ഞതിന് ചെറിയൊരു ഇതായിട്ട് കിടപ്പുണ്ട് അതിനകത്ത്. അത് തന്നെ ഞാനതൊന്ന് ജസ്റ്റ് ബുക്ക് മറിച്ചപ്പോ കണ്ടതാ. ഞാനപ്പോ അത് എടുത്ത് നോക്കിയപ്പോ എനിക്ക് നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട് അതിന്. അതുപോലെ തന്നെ ആ ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു ഇതാണ്, നമ്മൾക്ക് റെക്കറന്റ് അറ്റാക്ക് ഓഫ് ഇത് വന്നാലുണ്ടല്ലോ, ബോയിൽസ്, റെക്കറൻസ് ബോയിൽസ് വന്നു കഴിഞ്ഞാല് നമ്മൾ അതിന്റെ റീസൺ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലിവറിലാണ്, ഈ കാൽക്കേറിയ സൾഫ്. അപ്പൊ ബുക്കിന്റെ നെയിം 12 ടിഷ്യൂ റെമഡീസ്. അപ്പൊ ഷോസ്ലെസിന്റെ അപ്പൊ അതിനകത്ത് ഈ അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മള് കാൽക്കേറിയ സൾഫ് നമ്മുടെ ലിവറിൽ ഉണ്ടാവും. അത് ശരിക്കും നമ്മള് അത് ഡിസന്റിഗ്രേഷൻ RBCs ശരിക്കും എക്സ്ക്രീറ്റ് ചെയ്യാൻ വയ്യാതെ ഇരിക്കുന്ന കണ്ടീഷനിൽ ആകുമ്പോഴാണ് ഇതിങ്ങനെ നമ്മുടെ ബോയിൽസ് ആയിട്ട് ബോഡിയിലെല്ലാം വരുന്നത്. അതിന് ഡിസന്റിഗ്രേറ്റ് ചെയ്ത് ഇതിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി ലിവറിനെ സഹായിക്കാൻ നമ്മൾ കാൽക്കേറിയ സൾഫ് 6X ഞാൻ കൊടുക്കുന്നത്. അത് റെഗുലർ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റെമഡി ആയിട്ട് അതൊന്ന് കൊടുത്തിരുന്നാണ്. ബാക്കി സ്റ്റെഫൈലോകോക്സിനും അതും പിന്നെ അക്കൈറാന്തസ് ടിഞ്ചർ, കലൻഡുല ക്യൂബൻസ്, ഇങ്ങനെ അതൊക്കെ സിംറ്റം അനുസരിച്ചും കൊടുക്കും. അത് ഏത് മരുന്ന് കൊടുത്താലും അതിനോടൊപ്പം ഈ പിന്നെ കാൽക്കേറിയ സൾഫ് നമ്മൾ കുറച്ച് നാള് തുടർച്ചയായിട്ടും കൊടുത്താൽ പിന്നെ ആ ഒരു ശല്യം ഉണ്ടാവുകയില്ല. തീർച്ചയായും. നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്. സ്റ്റെറിലിറ്റി ഡ്യൂ ടു ഡയബറ്റിക് മെഡിസിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയബറ്റിക് ആയതുകൊണ്ട് സ്റ്റെറിലിറ്റി ഉണ്ടായാൽ അതിന് പുരുഷനോ സ്ത്രീയോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, കോമൺ ആയിരിക്കും ഉദ്ദേശിച്ചത്. അലീന, യു ക്യാൻ ആസ്ക് ഡയറക്ട്ലി. എന്താണെന്നുള്ളത് അലീനയ്ക്ക് തന്നെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാവോ? പുരുഷൻ വന്ധ്യതയാണോ ഉദ്ദേശിച്ചത്, അതോ 2 പേർക്കും അങ്ങനെ ഡയബറ്റീസ് ആണെങ്കിൽ എന്നാണോ ഉദ്ദേശിച്ചത്? കേൾക്കുന്നുണ്ടോ? പറയൂ. ഹലോ, ഒരു ഫീമെയിൽ കേസാണ് അവർക്ക്. ഓക്കെ മാഡം. ഓക്കെ, ഒന്ന് ഫീമെയിൽ കേസാണ്. അവർക്ക് HbA1c വന്നിട്ട് 9.4 ഉണ്ട്. അതും ഒരു സ്റ്റെറിലിറ്റി ആണ്. അപ്പൊ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും? സ്റ്റെറിലിറ്റി അതുകൊണ്ട് മാത്രമാണോ? അതിനോടനുബന്ധിച്ച് മറ്റുള്ള സിംറ്റം എന്തെങ്കിലും PCOD-യോ അതല്ലെങ്കിൽ എന്തെങ്കിലും യൂട്രസിൽ എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? അത് കൂടെ നോക്കിയിട്ട് പറയാവോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ചോദ്യം. എന്തുവായാലും എന്ത് കാര്യം കൊണ്ടായാലും എന്തിന്റെ ആയാലും ആദ്യം കുറയ്ക്കേണ്ടത് ഡയബറ്റിക് അല്ലേ. ഡയബറ്റിക് കൺട്രോളിൽ വന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ അതല്ലേ പറ്റൂ. അപ്പം നമ്മൾ നോക്കേണ്ടത് ആദ്യമേ നമുക്ക് എങ്ങനെയായാലും ആ കേസിനെ സ്റ്റെറിലിറ്റിയുടെ മുമ്പ് ഡയബറ്റിക് കൺട്രോളിലാക്കുക. ഒന്നുകിൽ ആദ്യം ഒക്കെ നമ്മുടെ മെഡിസിനാണ് കഴിക്കാൻ, വേറെ മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമ്മുടെ മെഡിസിൻ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കണം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ജിഞ്ചറോ കാര്യങ്ങളോ ഒക്കെ കൊടുത്ത് ഇത് കുറയ്ക്കാൻ ഒക്കുമോ എന്ന് നോക്കണം. മെഡിസിൻ നല്ലപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ചില കേസസ് നമ്മളൊക്കെ കുറയ്ക്കാൻ പറ്റില്ല ഡയബറ്റിക്ക്. അപ്പം ഒക്കുന്നതാണ് നമ്മുടെ ഇതില് പറ്റുവാണെങ്കിൽ അത് 9 പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബിജുവിന്റെ ഡോക്ടറുടെ ആ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ടാണെങ്കിൽ പിന്നെ മറ്റേ നേട്രസെൽഫ് 10 ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഡ്രഗ്സ് എന്തെങ്കിലും കൊടുത്ത് അത് കുറച്ച് കൊണ്ടുവന്നതിന് ശേഷം അത് 1-2 മാസം കൊടുക്കുമ്പോൾ നമുക്കറിയാം മെഡിസിനിൽ അത് ആക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതുണ്ട് എങ്കിൽ അത് കുറച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ എന്താണ് ഈ സ്റ്റെറിലിറ്റിയുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് ഒക്കെ വേണം ട്രീറ്റ് ചെയ്യാൻ. അത് നമ്മൾ വെറുതെ ചുമ്മാ ഒരു ടിപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കേസ് അല്ല. ഇനി അടുത്തത് കോർണിയൽ അൾസറിന് എന്ത് മെഡിസിനാണ് കൊടുക്കാവുന്നത്? കോർണിയൽ അൾസർ അല്ലേ? അലുമിന നല്ല മെഡിസിനാ കോർണിയൽ അൾസർ. പിന്നെ ലോ പൊട്ടൻസി ആണോ തുടങ്ങുന്നത്? 30. എങ്ങനെയാണത്? എത്ര ഡോസ് കൊടുക്കും? എന്തോ എത്ര ഡോസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? അത് ഡെയിലി ഓരോ ഡോസ് വെച്ച് കൊടുക്കുക. അതിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് പിന്നെ അത് നോക്കി പെയിനൊക്കെ കുറഞ്ഞു കഴിയുമ്പോ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി അത് മരുന്ന് കൊടുത്താലേ അത് മാറി കിട്ടുള്ളൂ. ഞാൻ ആ പേഷ്യന്റിന് കൊടുത്ത ഇപ്പം കുറച്ചു നാൾ ആയതാ, ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എങ്കിലും അതില് മെർസോള് വന്നായിരുന്നു. ഞാനത് ഇത് കൊടുത്തിട്ട് അലുമിനയാണ് ആദ്യം കൊടുത്തത്. ആ പെയിനും പ്രശ്നങ്ങളും എല്ലാം മാറാനായിട്ട് അലുമിനയാ കൊടുത്തത്. അലുമിനയിൽ നല്ല ആക്ട് ഉണ്ടായിരുന്നു. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അതിന്റെ ബാക്കി കുറച്ച് സിംറ്റംസ് ഇപ്പൊ ഓർമ്മയില്ല ഒക്കെ ഇതില് നോക്കിയപ്പോ എനിക്ക് അലുമിന കിട്ടി, അങ്ങനെ കൊടുത്തതാണ്. പിന്നെ ബാക്കി വേറെ മെഡിസിൻസ് ഇപ്പൊ ഓർമ്മ വരുന്നില്ല. പക്ഷെ അലുമിനയ്ക്ക് നല്ല ആക്ഷൻ ഉണ്ട്. ഹരിഹരൻ ഡോക്ടർ. ഹലോ, ഹരിഹരൻ ഡോക്ടർ അൺമ്യൂട്ടാ സാർ, ഒന്നുകൂടെ മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. ഹരിഹരൻ ഡോക്ടർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യേ. ഹലോ, കേൾക്കാമോ? ഡോക്ടറെ, കോർണിയൽ അൾസറിന് അർജന്റനായിട്ടിരിക്കാം. വായിച്ചു ബോറയ്ക്ക് കിടപ്പുണ്ട്. അർജന്റനായിട്ടിരിക്കാം. ഹലോ, വെരിക്കോസ് അൾസറിന്റെ പെയിൻ കുറയ്ക്കാൻ എക്സ്റ്റേണൽ എന്ത് ചെയ്യാൻ പറ്റുമോ? ഹലോ, കാർഡസ് ടിഞ്ചർ, ഗാലിയം കാർഡസ് ഒക്കെ ടിഞ്ചേഴ്സ് യൂസ് ചെയ്യാം എക്സ്റ്റേണൽ ആയിട്ടാ? അതെങ്ങനെ അപ്ലൈ ചെയ്യാം നമ്മള്? അത് പിന്നെ ഇച്ചിരി ഡൈല്യൂട്ട് ചെയ്ത് ഇതില് ഇടയ്ക്കിടയ്ക്ക് ബോർ ചെയ്ത് കൊടുത്തിരുന്നാ മതി. കോസ്മെറ്റിക് സ്പ്രേക്ക് എന്ത് മെഡിസിൻ ആണ് അതുകൊണ്ട് അലർജി ഉണ്ടായാൽ? കോസ്മെറ്റിക് ഉണ്ട് അലർജി, ബോവിസ്റ്റ. ഡൈ കൊണ്ടുള്ള അലർജി, ഹെയർ ഡൈയുടെ അലർജി ആയിട്ട് വരുന്നെങ്കിൽ എപ്പിസ്മെല്ല് 1M. ഇനി രമാദേവി ഡോക്ടർക്ക് എന്തോ ആഡ് ചെയ്യാനുണ്ട്? ഞാൻ പറയട്ടെ, മറ്റേ ആ ഡയബറ്റീസിന്റെ കാര്യം ചോദിച്ചില്ലേ, അത് പറയട്ടെ ഭാഗ്യം. പറഞ്ഞു. അതെ, ഡയബറ്റിക് ആണെങ്കിൽ ജെൻസിന് സാധാരണ ഇറക്ടൈൽ ഡിഫക്റ്റ് ആണ് സാധാരണ വരിക. പിന്നെ ലേഡീസിനും ഇതുപോലെ തന്നെ ഒരു അവേർഷനും അതും ഇതൊക്കെ ഉണ്ടാവും, ഒബേസിറ്റി ഒക്കെ ഉണ്ടാവും. അതിന് ഞാൻ സാധാരണ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ, ഇത് നമ്മുടെ ഹരികുമാറിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, ലൈക്കോപോഡിയം 10M once in 2 weeks കൊടുത്തിട്ട് മറ്റുള്ള മെഡിസിൻ കൊടുക്കാന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നത് സിസിജിയം 30. സിസിജിയം ടിഞ്ചറിന് ഒരു ആക്ഷനും എനിക്ക് കിട്ടിയിട്ടില്ല. സിസിജിയം 30 കെഫലാൻഡ ടിഞ്ചറും ആ ഡയബറ്റിക് ടെൻഡൻസി മാറുന്നവരെ അവർക്ക് ഞാൻ കൊടുക്കും. ഡെയിലി ഡോസ് കൊടുക്കും. പിന്നെ ഇൻഡിക്കേറ്റഡ് മെഡിസിൻ കൊടുക്കും. once in 2 weeks ലൈക്കോപോഡിയം 10M കൊടുക്കും. തീർച്ചയായും അത് ഒരു നല്ല അറിവാണ്. ഡോക്ടർ മഹേഷിന് സംസാരിക്കാം. ഹലോ ഡോക്ടറെ,
ഹലോ ഹലോ, ഡോക്ടർ കേൾക്കുന്നുണ്ടോ? കേക്കുന്ന ഡോക്ടർ ഇൻസെക്ട് ബൈറ്റിന് നാട്രമൂർ 6E ആണോ 6X ആണോ പറഞ്ഞത്? അതേപോലെ തന്നെ റിക്കറന്റ് അറ്റാക്ക് ഓഫ് ബോയിൽസിന് സ്റ്റെഫൈലോകോക്കസിന് ശേഷം പറഞ്ഞ ടീച്ചർ ഏതായിരുന്നു ഡോക്ടർ? അക്കൈറാന്തസ് ഫിംഗർ സ്റ്റെഫൈലോകോക്കസിന് ശേഷം പറഞ്ഞത്. പിന്നെ മറ്റേത് 6X അല്ല 6E. ഓക്കെ ഡോക്ടർ, താങ്ക് യു ഡോക്ടർ. ഇനി ഒരെണ്ണം പറയട്ടെ. ഇനി ഒരെണ്ണം ഗൈനക്കോമാസ്റ്റിയ ഉണ്ടല്ലോ, നമുക്ക് മിക്കവാറും കേസ് കിട്ടും. അപ്പൊ അതിൽ എനിക്ക് ആക്ഷൻ കിട്ടിയിട്ടുള്ള മരുന്നുകള് കാൽക്കേറിയ കാർബ് 1 ഹെയർ പൊട്ടൻസി കൊടുത്തിട്ട് പിന്നെ നമ്മുടെ പൈറ്റലക്ക 30, പിന്നെ അതിനോടൊപ്പം പിറ്റ്യൂട്ടറി 30 അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആക്ഷൻ കിട്ടും. ഡിറ്റർജന്റ് അലർജി ചോദിച്ചിരിക്കുന്നത് അതിന് പിക്സ് ലിക്വിഡാ. ഡിറ്റർജന്റ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ കൈ സാനിറ്റൈസർ ഡിറ്റർജന്റ് ഇതിനൊക്കെ അലർജി വന്നു കഴിഞ്ഞാല് പിക്സ് ലിക്വിഡാ നല്ല മെഡിസിനാ. കോർണിയൽ അൾസറിന് ഫോട്ടോഫോബിയ ഉണ്ടെങ്കിൽ കാലിബൈക്രോമിക്കം നല്ല എഫക്റ്റീവ് ആയിട്ട് കണ്ടിട്ടുണ്ട്. കാലിബൈക്രോമിക്കം, മെർക്കോർ പിന്നെ മെർക്കോർ. പിന്നെ അതുപോലെ ഹെയർ ഡൈ അലർജിക്ക് ഭാഗ്യം പറഞ്ഞ എപ്പിസ്മെൽ അല്ലേ, അതിന്റെ കൂടെ ട്യൂബർകുലീനം 10 കൂടെ കൊടുക്കുമ്പോൾ നല്ല ആക്ഷൻ കിട്ടും. ഗൈനക്കോമാസ്റ്റിയയ്ക്ക് എനിക്ക് സിലീഷ്യ കൊടുത്തും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സിലീഷ്യ അതേത് പൊട്ടൻസിയമാണ്? സിലീഷ്യ 10M ആണ് കൊടുത്തത്. 10M. ട്യൂബർകുലീനവും ഹെയർ ഡൈ അലർജിക്ക് 10M ആണ് യൂസ് ചെയ്തത്. ഈ ഡയബറ്റീസിന്റെ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് എൻ്റെ ഇപ്പൊ അനുഭവത്തില് ഈ ഡയബറ്റീസിന്റെ അത് കുറയ്ക്കാനായിട്ട് ക്യൂർ ചെയ്യുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ നന്നായിട്ട് നമുക്ക് ഫാസ്റ്റിങ്ങിൽ ഒരു 90-100 വരുത്താനായിട്ട് നല്ല മെഡിസിനാണ് ഈ ലൈക്കോപോഡിയം 6X ഒരു 3 times a ഡേയും, പിന്നെ നാട്രൽ സൾഫ് 12X 3 times a ഡേയും, ജിംനിമ സിൽവെസ്ട്ര ഒരു 10 drops വെച്ച് 3 times a ഡേയും കുറച്ചാൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് 100% ഇപ്പൊ കിട്ടിയിരിക്കുന്ന റിസൾട്ട്. എല്ലാവരും എന്ന് വെച്ചാൽ ക്യൂർ ചെയ്യുന്നത് ഞാൻ അവകാശപ്പെടുന്നില്ല. ക്യൂർ ചെയ്യുന്നതിന് നമ്മൾ ക്യൂർ ചെയ്യാനല്ല, അത് നല്ല റിസൾട്ട് കിട്ടുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും കൂടെ ഇതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വണ്ടർഫുൾ റിസൾട്ട് ഡയബറ്റീസ്. സാറേ ആ ലൈക്കോപോഡിയം 6Xോ? ലൈക്കോപോഡിയം 6X 3 times a ഡേ അത് ടിഞ്ചർ ഫോമിൽ തന്നെ കിട്ടും. മറ്റേ തന്നെ കിട്ടും. അത് പിന്നെ 6X ആണോ 6C ആണോ? 6C അല്ല 6X ആണ്, പ്രത്യേകം ഓർത്തോളൂ. 6C അല്ല 6X ആണ് അത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നാട്രൽ സൾഫ് 12X ഞാൻ മിക്കവാറും 3 നേരം. പിന്നെ അതിന്റെ കൂട്ടത്തില് ജിംനിമയും കൂടെ കൊടുക്കണം. ജിംനിമ ഷാബയുടെ തന്നെ കൊടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ. ചില പേഷ്യൻസിന് ശരിക്കും കുറഞ്ഞ, അതായത് അവരെ ഈ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ വളരെ കീനായിട്ട് നോക്കണം. എന്താന്ന് വെച്ചാൽ ശരിക്കും കുറയും. പക്ഷേ ഇത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നാല് അത്ര പ്രോബ്ലം വരില്ല. അവര് സാധാരണ മരുന്ന് വിഡ്രോ ചെയ്യാതാണ് ഞാനിത് കൊടുക്കുന്നത്. എന്നിട്ട് ദിവസവും ചെക്ക് ചെയ്യും. ദിവസവും ഗ്ലൂക്കോമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് കുറഞ്ഞു. ഹലോ സാറേ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നു. ഹലോ സാർ, പറഞ്ഞു സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? സാർ ലൈക്കോപോഡിയം 6X ഡ്രോപ്പ് ഡോസ് ആയിട്ടാണോ കൊടുക്കുന്നത്?
അല്ലല്ല, ഞാനത് മെഡിക്കേറ്റ് ചെയ്താണ്. മെഡിക്കേറ്റ് ചെയ്ത് അത് ജിമ്മിമ ടിഞ്ചർ ആണോ അതോ പൊട്ടൻസി ആണോ സർ? ജിമ്മിമ ടിഞ്ചറാ കൊടുക്കുന്നത്, പൊട്ടൻസി. 10 ഡ്രോപ്സോ 15 മീൻസ് അങ്ങനെ വെറും 10 ഡ്രോപ്സേ കൊടുക്കുന്നു. വെറും 10 ഡ്രോപ്സ് രാവിലെ, ഉച്ചക്ക്, രാത്രിയിൽ 3 നേരം കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നാച്ചുറൽ സെൽഫ് 12x കൊടുത്തോളുക. നിങ്ങൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്ക്. എനിക്ക് ഒരു കേസ് പോലും എന്റെ ഫെയിൽ ആയിട്ടില്ല. ഓക്കെ സാർ. 12x ടാബായിട്ട് എത്ര ടാബാണ് സാർ കൊടുക്കുക ഒരു നേരം? അത് ഞാൻ 5 ഗുളിക വെച്ച് കൊടുക്കും. 1 ഗ്രെയിൻ ടാബ്ലറ്റ് 5 ഗുളിക വെച്ച് കൊടുക്കും. അതും ഷാബയുടെ തന്നെയാണ് ഞാൻ വാങ്ങിക്കത്തുള്ളൂ. അല്ലാതെ മറ്റില്ലെങ്കിൽ SBL, ഷാബ കിട്ടിയില്ലെങ്കിൽ SBL. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ട് എന്നെ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇതിനകത്ത് വരുമ്പം പറയുകയോ ചെയ്യൂ.